കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത് വാക്യം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദിവസവും നമ്മൾ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പുതിയ ഭാഗങ്ങളിലേക്ക് വരുമ്പോഴും അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണ് നീതീകരണം, അല്ലെ, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്. ആ വാക്ക് വളരെ കൃത്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിനകത്ത് കൃത്യമായിട്ട് വിശദീകരിക്കാൻ തക്കവണ്ണം ഇടവന്ന് അതിൽ ഒരു അധ്യായമാണ് 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നത് കാണുന്നത്. 5-ന്റെ 1 വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ദൈവത്തോട് നമുക്ക് സമാധാനം ലഭ്യമായത് നീതീകരണത്തിലൂടെയാണ്. നീതീകരണം എങ്ങനെയാണ് നടന്നത്? സ്തോത്രം. ദൈവത്താൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് നീതീകരണം എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, ഈ നീതി അനീതി എന്നുള്ള വാക്ക് ഈ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു പ്രയോഗമാണ്. അനീതി വെളിപ്പെടുന്ന മേഖലകളുണ്ട്, നീതി വെളിപ്പെടുന്ന മേഖലകളുണ്ട്. മനുഷ്യനീതിയുണ്ട്, ദൈവനീതിയുണ്ട്. അപ്പം ഒരാളിനെ നീതീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നതാ? സ്തോത്രം. തെറ്റിൽ നിന്ന് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് എന്ന പോലെ, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് എന്നതുപോലെ, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന പോലെ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നീതീകരണം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് നീതീകരണം കിട്ടിയെന്ന് ചോദിച്ചാൽ, വിശ്വാസത്താൽ. ആരും വിശ്വാസത്താൽ. നമുക്കറിയാം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞു ഇടവന്നത്. അതിൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നു. 2-ാം വാക്യത്തിലേക്ക് വരാം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. ഈ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, ഏത് കൃപ? കർത്താവിൽ വെളിപ്പെട്ട കൃപ. നമുക്കറിയാം, സക്കറിയാവുന്ന പുരോഹിതന്റെ അടുക്കൽ ഇറങ്ങി വന്ന ഗബ്രിയേൽ ദൂതൻ, സ്തോത്രം, മറിയയുടെ അടുക്കൽ വരുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്. എന്തുവാ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞുകൊണ്ടാണ്, സ്തോത്രം, മറിയയുടെ അടുക്കൽ ദൂതൻ വരുവാൻ തക്കവണ്ണം ഇടയായത്. ആ വന്ദനത്തെ കുറിച്ച് അവൾ അതിശയോക്തി പറയുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്, അല്ലെ? യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ആ കൃപ എന്താണ് എന്ന് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് യോഹന്നാൻ അത് വിശദീകരിക്കാനിടയായി. എന്താണ് ആ കൃപ? അവിടെ പറഞ്ഞ വിശദീകരണം എങ്ങനെയാണ്? സ്തോത്രം. മോശ മുഖാന്തരം നമുക്ക് ന്യായപ്രമാണം ലഭിച്ചു, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് കൃപ മേൽ കൃപ ലഭിച്ചു. അപ്പൊ മറിയയിലൂടെ പറഞ്ഞ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ കൃപ എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ യേശു കർത്താവെന്ന കൃപയെയാണ് ആർക്ക് കിട്ടിയത്? സ്തോത്രം. അല്ല, മറിയയ്ക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടവന്നത്. ആ കൃപയിലേക്ക്, ഏത്? കർത്താവായ യേശു ക്രിസ്തു എന്ന കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത് വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് ഒരു സപ്പോസൻ ഈ വാക്യത്തിൽ പറയുന്നത്, നമുക്ക് പ്രശംസിക്കാൻ വകയുള്ള ഒന്നാണ് പ്രത്യാശയിൽ നമുക്ക് പ്രശംസിക്കാൻ വകയുണ്ട്. ഇന്ന് പണത്തിൽ, വിദ്യാഭ്യാസം, സമ്പന്നത, സ്ഥാനങ്ങൾ, മാന്യതകൾ, സ്തോത്രം, ഇങ്ങനെ പലതിലും പ്രശംസിക്കുന്നവരുണ്ട്. പലതിലും മാന്യത അതാണ്, അല്ലെങ്കിൽ സ്ഥാനം അതാണ് എന്ന് പറയുന്നവരുണ്ട്. എന്തൊക്കെ ഉണ്ടായിരുന്നാലും, എന്തൊക്കെ പദവികൾ, എന്തൊക്കെ ഉന്നതികൾ, എന്തൊക്കെ ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നാലും തിരുവചനം പറയുന്നു, പ്രത്യാശയിലുള്ള പ്രശംസയാണ് ഏറ്റവും വലിയ പ്രശംസ. നമുക്കറിയാം, പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച് പ്രശംസ എന്നുള്ള വാക്ക് പൗലോസ് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? സ്തോത്രം. നമ്മളൊക്കെ പ്രശംസിക്കുന്ന എന്തില്ല? ചിലപ്പോൾ നമുക്കുള്ള വിദ്യാഭ്യാസത്തിൽ, നമുക്കുള്ള സ്ഥാനത്തിൽ, നമുക്കുള്ള മാന്യതയിൽ, നമുക്കുള്ള കുടുംബ മഹിമയിൽ, നമുക്കുള്ള സമ്പത്തിൽ, ഇവയൊക്കെ നമ്മൾ പ്രശംസിക്കാറുണ്ട്, അല്ലേ? ഇവിടെ പൗലോസ് പറയുന്നത്, എനിക്ക് പ്രത്യാശയിൽ പ്രശംസയുണ്ട്. പിന്നെയും പൗലോസ് പറയുന്ന ഒരു പ്രശംസയാണ് കഷ്ടതയിൽ ഞാൻ പ്രശംസിക്കുന്നു. പിന്നെ പറയുന്ന ഒരു പ്രശംസയാണ് ബലഹീനതയിലുള്ള പ്രശംസ. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ചില നെഗറ്റീവ് ഏരിയകളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രശംസ വെളിപ്പെടുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്തുകൊണ്ട് ബലഹീനതയിൽ പ്രശംസിക്കാൻ കഴിഞ്ഞു? എന്തുകൊണ്ട് കഷ്ടതയിൽ പ്രശംസിക്കാൻ കഴിഞ്ഞു? അത് സ്തോത്രം എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയുള്ളൂ. അത് സ്തോത്രമല്ലേലിയ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചത് കൊണ്ട് അതിനാൽ നമുക്ക് പ്രശംസിക്കാൻ വകയുണ്ട്. അത് കർത്താവിലാകട്ടെ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നമ്മുടെ പ്രശംസ നമ്മുടെ കർത്താവിലാണ്.
നമ്മൾ നിൽക്കുന്നത് ദൈവകൃപയിലാണ്. പൗലോസ് പറയുന്നു, ഞാൻ ആയത് ദൈവകൃപയാലാണ്. സ്തോത്രം. ഇന്ന് പകലിലും ഈ ദിവസങ്ങളിലും നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ദൈവകൃപയിൽ നിന്ന് ദൈവത്തിൽ പ്രത്യാശ വെച്ച് നിത്യതയുടെ അവകാശികളായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാനിടയാക്കണം. ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചേരുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ സ്നേഹിതരിലേക്ക്, ദൈവമക്കളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.